ടെൻഷൻ ഉണ്ടായി സ്റ്റേജ് കയറി എന്തായാലും പ്രസംഗിക്കേണ്ടി ആക്ച്വലി നമ്മളപ്പോ നല്ല ഗ്രെയിൻസ് ഉണ്ട്. നമ്മളപ്പോ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. പി ബാക്കിലുണ്ട്. പി കാണിച്ചു തരാം. ഉണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മയുടെ അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് മുഖ്യ അധ്യക്ഷൻ ശ്രീ സുണ്ടു റെഡി ആയിട്ടുണ്ട്. സുണ്ടുവിനെ നോക്കാൻ ചേച്ചി റെഡി ആയിട്ടുണ്ട്. പി ഓ അങ്ങനെ പറഞ്ഞില്ലെങ്കിലേ ചേച്ചി എന്നെ കൂടെ നോക്കിക്കും. ഇങ്ങനെയൊക്കെ സ്ത്രീ അവാർഡ് എന്താ ചേച്ചി അവാർഡിന് അർഹതയായ എന്തിനാ അവാർഡ് പി എന്തോ ഒരു അവാർഡെന്ന് ആരാ വിളിച്ചു? ഇത് മറ്റേ ഈ കടക്കാരന്മാരെ വിളിച്ചോളൂ. നിങ്ങളാണ് ഫസ്റ്റ് പ്രൈസ് വിന്നർ, ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് മറ്റേ 10,000 സാധനം ഒരു കൊടയും തരും. അതൊക്കെ അവാർഡാണെന്ന് തോന്നുന്നു. ഏതാണ്ട് ആ സെറ്റപ്പിലാണ് പോകുന്നത്. തിരിഞ്ഞാവട്ടെ. ഓക്കെ റെഡി ആയിട്ട് നീ 2 വാക്ക് പറയാൻ പറഞ്ഞ എന്ത് പറയൂടി? ഇങ്ങോട്ടേക്ക് മാന്യ സദസ്സിന് വന്ദനം. 3 വാക്ക് പറയും ഞാനപ്പോ. മാന്യ സദസ്സിന് ചുണ്ടൂര് പോലും പിടിച്ചില്ല ആ ചളി. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയിട്ട് വരാം. നമ്മൾ ഹോളിഡേ എത്തി. അവാർഡ് ഫ്രണ്ടിൽ സെക്കൻഡ് ഫ്ലോറിലാണോ? ആ പയ്യമ്പനാണല്ലോ പോയത്. അങ്ങോട്ടാ പോയത്. ഹോളിഡേനൊക്കെ നന്നായിട്ട് അറിയാന്നുണ്ടല്ലോ. കുത്തി മറിക്കണേ. കട്ട സീനില് പി ടെൻഷൻ ഉണ്ടായി. സ്റ്റേജ് കയറി എന്തായാലും പ്രസംഗിക്കേണ്ടി വരും. അത് ഞങ്ങൾ എവിടെ പോണാ? ഫാഷൻ ഷോ കാണാൻ പോവാണാ? അങ്ങനെ ഫാഷൻ ഷോ കാണുന്ന തിരക്കില്ല. On my wrist, baby, make a wish. You could sell your Rari, but you can't afford my outfit. Versace on my wrist, baby, make a wish. You could sell your Rari, but you can't afford my outfit. Versace on my wrist, baby, make a wish. You could sell your Rari, but you can't afford my outfit. Versace on my wrist, baby, make a wish. You could sell your Rari, but you can't afford my outfit. Go wish. Go wish. Go wish. Go wish. അത് JD പഠിക്കുമ്പോ ഞാൻ മിസ്സായിരുന്നു. ഇപ്പൊ മിസ്സായത് അവരറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ മിസ്സായതും അമ്മയായതും അവരറിഞ്ഞിട്ടില്ല.
ഞങ്ങള് ഫാഷൻ ഡിസൈനർ അമ്മയുടെ അവാർഡ് മേടിക്കാൻ തുണിയില്ലാതെ വന്നേക്കണം. ദേഷ്യം എളുപ്പമുണ്ടോ? അത് എല്ലാം പീപ്പിളുടെ ഫ്രണ്ട്സും. നീ ഇങ്ങനെ ഷോ കിടന്നിട്ടുണ്ടോ? ഞാനാ ആ. എങ്ങനെ ഓ, നിങ്ങളുടെ കൊറോണ ബാച്ച് ആയിരുന്നല്ലേ? കൊറോണ ഷോ നടന്നില്ല. കൊറോണ ഷോ കൊറോണ ബാച്ച് ആയതുകൊണ്ട് ഇവർക്ക് ഷോ ഒന്നുമില്ലായിരുന്നു. ഇവർക്ക് മറ്റേ ഓൺലൈൻ ക്ലാസ് മാത്രം. അല്ല, ഓൺലൈൻ ക്ലാസ് ഒന്നും അല്ലായിരുന്നു. ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഞങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴാണ് ഓൺലൈൻ ക്ലാസ് വന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഷുണ്ട് ഉറങ്ങി. ഷുണ്ട് നല്ല സൂപ്പറായിട്ട് ഉറങ്ങി. താങ്ക് യു സോ മച്ച് ഡ്രീമറെ ഫോർ ദ ഓസം ക്രിയേറ്റീവ് ഗിഫ്റ്റ്. നല്ല പെർഫെക്റ്റ് ഗിഫ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ സാധനം. എനിക്കാണല്ലോ അവക്കാണല്ലോ നമുക്ക് അധികം സ്ട്രെയിൻ ഇല്ലാതെ കുഞ്ഞിനെ ഇരുത്തിക്കൊണ്ട് ഉറക്കിക്കൊണ്ട് പോകാൻ ഭയങ്കര കിടില സാധനം. താങ്ക് യു സോ മച്ച് റാമോനെ. അപ്പോൾ അത് കണക്ക് പിക്ക് അവാർഡ് കിട്ടി. ആ വീഡിയോ കണ്ടല്ലേ നിങ്ങൾ? അപ്പോൾ പി കഴിക്കാൻ പോയി. ഞാൻ ആക്ച്വലി കഴിച്ചു. ഞാൻ കഴിച്ചിട്ടൊന്ന് ഷുണ്ടിനെ പിടിക്കാൻ വേണ്ടി പി കഴിക്കുന്നത്. ഇനിയിപ്പോൾ അവർ വന്നിട്ട് നമുക്ക് ബാക്കി എന്താ പരിപാടി നോക്കാം. നമുക്ക് നേരെ വീട്ടിൽ പോവാ, കിടന്ന് ഉറങ്ങായിരിക്കും. 3 hours later. ഹലോ ഗായ്സ്. ഉറക്കെ ഹലോ ഗായ്സ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ ഉണ്ടായിരുന്നു ഫുഡ് എങ്ങനെ? നമ്മളെ വെജിറ്റേറിയൻ നമുക്ക് മറ്റേ ഇത് പുലാവും. നമുക്ക് എന്താ കിട്ടിയത്? പുലാവ്, ചിക്കൻ, ഫിഷ്, ഗ്രിൽഡ് ചിക്കൻ, ബട്ടർ ചിക്കൻ അല്ല, എന്തോ ഒരു തന്തൂരി ചിക്കൻ, എന്തോ ഒരു ചിക്കൻ കറി. അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ഷുണ്ട് ഉറങ്ങിപ്പോയി. നമ്മൾ വീട്ടിൽ പോകണം. അവാർഡ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇവള് പഠിച്ചപ്പോൾ ഇവള് കിട്ടിയ കാര്യം അറിഞ്ഞില്ല. മിസ് എഴുതിയിരിക്കണം. നാളെ തന്നെ കറുത്ത പേരുടെ മിസ്സസ് ആക്കും. അങ്ങനെ ബെസ്റ്റ് അവാർഡ് ഫോർ അച്ചീവ്മെന്റ് അവാർഡ് ഗോസ് ടു ശ്രീലക്ഷ്മി ആശോ. ഈ ബാഗിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാഗിനകത്ത് എന്താണെന്നുള്ളത് നമ്മൾ വാട്സ് ഇൻ മൈ ബാഗ് വീഡിയോ ചെയ്തായിരിക്കും. ചേച്ചി, ഈ നിൽക്കണ പി പി ആരാന്നറിയോ? പി പിയുടെ കൂടെ പഠിച്ച എല്ലാവരും സെലിബ്രിറ്റീസാ. കോളേജിൽ അല്ല, ഇപ്പൊ കൂടെ പഠിച്ച ഇന്ന് അവാർഡിന് കൂടെ ഉണ്ടായിരുന്ന 2 പേര്. ഒന്ന് അനാർക്കലിയും ബേബി ജീനും. ഓ, 2 പേര് ഇവിടെ പഠിച്ചടാ. അല്ലല്ല, അതിനൊന്ന് അല്ല, ബികോമിന് പഠിച്ചപ്പോ ഹണി റോസ്. അവർ 2 പേരും എന്റെ കൂടെ പഠിച്ചതല്ല. ഹണി റോസ് എന്റെ കൂടെ പഠിച്ചതല്ല. ഹണി റോസ് കോളേജിൽ പഠിച്ചത്. ബേബി ജീനും അനാർക്കലിയും കോളേജിൽ പഠിച്ചത്. എന്റെ ബാച്ച് ഒന്നും അല്ലായിരുന്നു. എന്റെ ജൂനിയറോ സീനിയറോ? വേറെ ബാച്ചായിരുന്നു. വേറെ ക്ലാസ്സിലായിരുന്നു. ഓ, വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ കോളേജിൽ ഇറങ്ങി പിന്നെ ഉള്ള ബാച്ചിലാണ് ബേബി ജീൻ. അനാർക്കലി നിങ്ങളെല്ലാം ഒരേ സ്ഥലത്ത് പഠിക്കണേണ്, അത് പറയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പഠിച്ച കോളേജിലൊക്കെ അതിപ്പോ അങ്ങനെ എത്രയും പേര് പറയുന്നുണ്ട്. മഹാരാജാസിൽ മോഹൻലാൽ പഠിച്ചിട്ടാണ് ഞാൻ പഠിച്ചതെന്ന്. അതാണെങ്കിൽ നിന്റെ അവിടെ വേറെ ആരുണ്ട്? ഈ 3 പേരല്ലേ ഉള്ളൂ. അണിയറോസ് മറ്റേ സെന്റ് സേവിയേഴ്സില്. ഒരു ഉൾക്കാണ്ട് എടുക്കട്ടെ. ഈ ഡ്രസ്സിനാകുമ്പോൾ ഒരു ഉൾക്കാണ്ട് മറ്റേ ചെയ്യും അല്ലേ? എന്നാ നീ സംഭവം വരുന്നില്ലേ? അല്ല, ഇപ്പം ഫിലിം ഫീൽഡിലുള്ള ആൾക്കാർക്ക് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയുള്ള ആൾക്കാർ വരെ ഉൾക്കൊള്ളുന്ന സെയിം അവാർഡ് ഇവർക്ക് അച്ചീവ്മെന്റ് അവാർഡ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കട്ടെ. എന്താ വേണ്ടേ? കിഡ്നി അതൊക്കെ പോട്ടെ. ഇനി ചെന്നിട്ടുണ്ട് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ. എത്ര കാശ് കൊടുത്ത് ഇതിന്? പെയ്ഡ് പ്രൊമോഷൻ ആയിരുന്നല്ലേ. കണ്ണൻ ചേട്ടന് വ്രതം ആയതുകൊണ്ട് വായ നോക്കാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാണ്. സത്യം ഞാൻ ജസ്റ്റ് ഒരു നോട്ടം, നമുക്ക് കണ്ണിന് ജസ്റ്റ് നോക്കാം. അത് തന്നെ. അതൊരിക്കലും 1 മണിക്കൂർ പറഞ്ഞോട്ടെ ചേച്ചി. ഇതൊരു 1 മണിക്കൂർ പറഞ്ഞു. അവിടെ എന്തോ എന്നോട് നേരത്തെ പറയണ്ടേ നിന്റെ ബുദ്ധിമുട്ട്. അവിടെ എന്തോരം പിള്ളേരായിരുന്നു. പിന്നെ അവിടെ ആമ്പിള് കുറവല്ലായിരുന്നു. പക്ഷെ ഇതറിയുന്നത് നോക്കാനല്ലേ. നമ്മുടെ സാരഥി വണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ബൈ ഹോളിഡേയിൽ പോയിട്ട് വരാം. അപ്പോൾ പോവാം ബേബി. കൊച്ചിനെടുത്തോ. ബൈ. നമ്മൾ പോയിട്ട് വരാം.